നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി ആഴക്കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് സീ റെസ്ക്യൂ ടീം രക്ഷിച്ചു. പൊന്നാനി ഭാരത് എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. പുത്തഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഉത്സവാഘോഷം ഫെബ്രുവരി 13 മുതൽ 20 വരെ. വാർത്തകൾ വിശദമായി. തൃശൂർ ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന ബസ് മുൻപോട്ട് നീങ്ങി നിന്നു. കൂടുതൽ ബസ് മുന്നോട്ട് നീങ്ങാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും യാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി ആഴക്കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് സീ റെസ്ക്യൂ ടീം രക്ഷിച്ചു. പൊന്നാനി അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ചാവക്കാട് ലൈറ്റ് ഹൌസിൽ നിന്നും 8 നോട്ടിക്കൽ മൈൽ അകലെ വടക്ക് പടിഞ്ഞാറ് കടലിലാണ് ബോട്ടിന്റെ എഞ്ചിൻ നിലച്ചതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, അജിത്, ബോട്ട് സ്ട്രാങ്കർ റഷീദ്, ഡ്രൈവർ മുഹമ്മദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് K. കരുണാകരൻ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിലെ തന്നെ അതിനെ ചികിത്സ തേടുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്കത് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതേപോലെ നമ്മുടെ ഗവൺമെന്റ് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളുടെ രോഗം മാറ്റി നിർത്താനായിട്ട് ആർക്കും അത് വരാതിരിക്കട്ടെ, വരുന്നവർക്കിടെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ക്യാമ്പിൽ നമുക്കിപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന് സൗജന്യമായുള്ള സ്കാനുകളും മറ്റുള്ള ടെസ്റ്റുകളും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ക്യാമ്പിൽ പങ്കെടുത്താലും ആരോഗ്യകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി, ജിജു മാടമ്പിള്ളി, സിന്ധു അശോക്, ഹെൽത്ത് ഇൻസ്പെക്ടർ S. ബിജോഷ് എന്നിവർ സംസാരിച്ചു. ബെന്നി ബെഹനാൻ MP പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്താനത്തും ചളിങ്ങാട് അമ്പലനടയിലും മിനി മാസ്റ്റലേറ്റ് സ്ഥാപിച്ചു. 4.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മിനി മാസ്റ്റലേറ്റുകൾ സ്ഥാപിച്ചത്. പള്ളിത്താനത്ത് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയിലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷാജഹാൻ, UY ഷമീർ, CJ പോൾസൺ, ദിവാകരൻ കുറുപ്പത്ത്, ഹംസ പുഴങ്കരയിലത്ത്, ഹുസൈൻ ചളിങ്ങാട്, RS ഷഫീഖ്, അസീസ് ചൂലുകാരൻ, സത്യൻ കണ്ടനാട്ട്, KU അഷഫ്, TB സിദ്ദിഖ്, സുരേഷ് കൊച്ചുവീട്ടിൽ, മുജീബ്, കരീം, ഹുസൈൻ, ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും ചുറ്റുവിളക്ക്, ദീപാരാധന, പ്രസാദകൂട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 18-ന് വലിയ വിളക്ക്, ഉത്സവ ബലിദർശനം, ദീപക്കാഴ്ച, 19-ന് പള്ളിവേട്ട ഉത്സവം, 20-ന് ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവം സമാപിക്കും.
രാമലക്ഷ്മണനും സീതയുത്തു വേഗം വഴിയിൽ നല്ല പർണശാലത്തിൽ സുഖവാസം ചെയ്യും കാലം കുടിലരികിൽ സീതയും. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സീനിയർ ബ്രാഞ്ച് മാനേജർ C ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റീന സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, തൃപ്രയാർ സാറ്റലൈറ്റ് ബ്രാഞ്ച് മാനേജർ VV ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ N സുരേഷ് കുമാർ, സംഘടനാ ഭാരവാഹികളായ KY അസീസ്, KV അജിത് കുമാർ, VV വിമലൻ തുടങ്ങിയവർ സംസാരിച്ചു. MD RT കോച്ച് KV രവീന്ദ്രൻ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി ആഴക്കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് സീ റെസ്ക്യൂ ടീം രക്ഷിച്ചു. പൊന്നാനി ഭാരത് എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. പുത്തഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഉത്സവാഘോഷം ഫെബ്രുവരി 13 മുതൽ 20 വരെ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.